2025 ഡിസംബർ മാസം ഒരു നല്ല മാസമാണ്. നിരവധി ആളുകൾക്ക് ഇപ്പോൾ PR-നുള്ള ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കുകയാണ്. 7000 പേർക്കാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന 2 ഡ്രോയിലായിട്ട് ഇൻവിറ്റേഷൻ ടു അപ്ലൈ ലഭിച്ചിരിക്കുന്നത്. 6000 പേർക്ക് CEC കാറ്റഗറിയിലും 1000 പേർക്ക് ഹെൽത്ത് കെയർ ഡ്രോയുമാണ് ലഭിച്ചിരിക്കുന്നത്. CEC കാറ്റഗറിയിലെ ഡ്രോയ് 520 ആയിരുന്നു സ്കോർ വന്നിരുന്നത്. ഹെൽത്ത് കെയറിൽ 476 ആയിരുന്നു സ്കോർ വന്നിരുന്നത്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും cic.gc.ca വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി, നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ലൈവ് സെഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ജയേഷ് ജേക്കബ് RCIC പല വിവരങ്ങൾ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്കൊന്ന് കാണാവുന്നതാണ്. കാനഡയിലെ വിശേഷങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും കഴിഞ്ഞ ദിവസമായിരുന്നു ബാങ്ക് ഓഫ് കാനഡയുടെ ഇൻട്രസ്റ്റ് റേറ്റ് അനൗൺസ്മെൻറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റങ്ങളൊന്നും ഇല്ലാതെ തുടരുന്നു. 2.25 ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ലോൺ എടുക്കുന്നതിനുള്ള പ്രൈം റേറ്റ് ആണ് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ ചെന്ന് ലോൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 4 to 5% വരെ വരും. അത് പല ഫാക്ടേഴ്സും ഡിപ്പെൻഡാണ് വരുന്നത്. ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 2.5 to 3 ആണ് വന്നിരിക്കുന്നത്. അത് തീരെ കുറഞ്ഞൊരു ലെവലല്ല, കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആളുകളുമായിട്ട് പല സർവേകളും പല ഓർഗനൈസേഷനുകളും വാർത്താ ചാനലുകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതിലെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ കൺസേൺ ആയിരിക്കുന്നത് അവരുടെ ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ് തന്നെയാണ്. അതായത് സാധനങ്ങൾ വാങ്ങുന്നത്, ചിലവുകൾ, ഇതൊക്കെയാണ് ഏറ്റവും വലിയ കൺസേൺ ആയിട്ട് പറഞ്ഞിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ക്രിസ്മസ് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നല്ല വില തന്നെയാണ് കാര്യങ്ങൾക്ക്. ഇപ്പോൾ കോസ്കോയിൽ നിന്നൊക്കെ നമുക്ക് ഒരു മാസത്തെ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഏകദേശം ഒരു $800 മുതൽ $900 വരെയൊക്കെ വരുന്നുണ്ടായിരുന്നു. വർഷങ്ങൾ പിന്നോട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോഴേക്കും അതൊരു 450, 500 ആയിരുന്നു. ഏകദേശം ഒരു 40 to 50% മാറ്റം ഒരു 5 വർഷങ്ങൾക്കിടയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. വില കൂടിക്കൊണ്ടേയിരിക്കുന്നു. അടുത്ത ഒരു പ്രധാന ചെലവ് എന്ന് പറയുന്നത് കാറിൻ്റെ എക്സ്പെൻസ് ആണ്. ഇപ്പോൾ കാറുകളുടെ വില നോക്കിക്കഴിയുമ്പോഴേക്കും ഒരു 35 to 50,000 ഒരു പുതിയ കാറിൻ്റെ വില എന്ന് പറയുന്നത് കനേഡിയൻ ഡോളേഴ്സിൽ പറയുമ്പോഴേക്കും. അത് നമ്മളൊരു ഫിനാൻസിൽ വന്ന് നമ്മൾ എടുത്തു കഴിയുമ്പോഴേക്കും ഒരു $700 മുതൽ $800 വരെയാണ് അതിൻ്റെ ഫിനാൻസ് അടവ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇൻഷുറൻസ്, പല മേഖലകളിലും നമ്മൾ താമസിക്കുമ്പോഴേക്കും, അതായത് GTA-യിലാണ് താമസിക്കുന്നതെങ്കിൽ, ഗ്രേറ്റർ ടൊറൻ്റോ ഏരിയയിലാണെങ്കിൽ ഏകദേശം ഒരു $350 to $500 വരെ പല ഏരിയയിലും ഇൻഷുറൻസ് വരുന്നുണ്ട്. പിന്നെ ഗ്യാസ്, നമ്മുടെ പെട്രോൾ അടിക്കുന്നതിന് $300 അടുത്ത് ചിലവ് വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു കാറ് തന്നെ ഒരു $1300 അടുത്ത് ചിലവ് വരും. ഈ കഴിഞ്ഞ ദിവസം കേട്ട ഒരു പോഡ്കാസ്റ്റിൽ ഒരാൾ പറയുകയുണ്ടായി, അതായത് യു നീഡ് എ കാർ, നോട്ട് ദാറ്റ് കാർ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കാറോ വീടോ ഒന്നും വാങ്ങിയിട്ട് കാര്യമില്ല. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു കാറും വീടും ഒക്കെ ആണെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ ഇപ്പോഴത്തെ റെൻറ്റ് കാര്യങ്ങൾ നോക്കിക്കഴിയുമ്പോഴേക്കും ടോട്ടൽ റെൻറ്റ് കുറവാണ്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജാണ്, പ്രത്യേകിച്ചും വീട് മേടിക്കാതെ നിൽക്കുന്നവർക്കും പുതിയതായിട്ട് കാനഡയിലേക്ക് എത്തുന്നവർക്കൊക്കെ. ഇപ്പോൾ ഒരു 1 bedroom ബേസ്മെൻറ്റ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻ്റ് ഒക്കെ കിട്ടുന്നത് ഒരു 1500-നും 2000-നും ഇടയ്ക്ക് നമുക്കത് കിട്ടും. അത് കാരണം പലരും ഇപ്പോൾ വീട് വാങ്ങൽ എന്ന കാര്യം മാറ്റിവെച്ചിട്ട് റെൻറ്റിലോട്ട് മാറുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ വൈസായിട്ടുള്ള ഡിസിഷൻസാണ് ആളുകൾ എടുക്കുന്നത്. നമുക്ക് ജോലികളിലൊക്കെ പല അൺസർട്ടനിറ്റീസും ഉള്ള ഒരു സമയം കൂടിയാണിത്. ജൂനിയർ പൊസിഷൻസുകളിലൊന്നും അധികം ഹയറിങ് നടക്കാത്തൊരു സമയമാണ്, പ്രത്യേകിച്ചും ഐ ടി മേഖല നോക്കിക്കഴിയുമ്പോഴേക്കും ഈ AI ഇൻഫ്ലുവൻസ് വന്നതിന് ശേഷം നമ്മൾ പറയും AI പറ്റി ഇങ്ങനെയുള്ളൊരു ബബിളായിട്ട് കാണുന്നു, അധികം ബാധിച്ചിട്ടില്ല. പക്ഷേ ഇതിങ്ങനെ സ്റ്റഡി ആയിട്ട് കയറി വരുന്നുണ്ടത്. അതിൽ ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു റിപ്പോർട്ടിൽ ഒരു കമ്പനിയിൽ 5 പേർ ചെയ്യുന്ന ജോലി AI ഉപയോഗിച്ച് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ പൊസിഷനുകൾ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ ഉള്ളവർ അല്ലെങ്കിൽ മിഡിൽ ലെവലിൽ വർക്ക് ചെയ്യുന്നവർ ജൂനിയേഴ്സിൻ്റെ പൊസിഷൻസ് എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സീനിയർ ലെവലിൽ വർക്ക് ചെയ്തിട്ടുള്ളവർ അവരുടെ ജോലി പോയ ശേഷം അവർ ഒരു മിഡിൽ ലെവൽ സാലറി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളവരുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും ഏറ്റവും ജൂനിയേഴ്സ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കാതെ വരുന്നുണ്ട്. അതൊരു അൺഎംപ്ലോയ്മെൻ്റ് ഒരു പ്രധാന കാര്യം തന്നെയാണ്. 6.5% ആണ് ഇപ്പോഴത്തെ അൺഎംപ്ലോയ്മെൻറ്റ് നിരക്ക് എന്ന് പറയുന്നത്. ഫ്രഷേഴ്സായിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ പുറത്തിറക്കുന്നവർക്ക് പെട്ടെന്ന് ജോലി ലഭിക്കാനുള്ള സാധ്യതയില്ല, പ്രത്യേകിച്ചും IT മേഖലയിൽ. നിങ്ങളിപ്പോൾ കോളേജുകളിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ IT പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കോപ്പ് അല്ലെങ്കിൽ വോളണ്ടറി എക്സ്പീരിയൻസ് ഒക്കെ അത് നേരത്തെ തന്നെ നന്നായിട്ട് തന്നെ ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
നമുക്കറിയാം ഇപ്പോൾ മറ്റു മേഖലകളിലും, അതായത് ഹെൽത്ത് കെയർ, ബിസിനസ്, ടെക്നോളജി മേഖലകളിലൊക്കെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഏത് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ഏത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലോ നിങ്ങളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ PR-ലൂടെ വന്നിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ 7,000 പേർക്കൊക്കെ PR കിട്ടിയിട്ടുണ്ടല്ലോ, ഇൻവിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. PR ഒക്കെ കിട്ടിക്കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു പുതിയൊരു കോഴ്സ് പഠിക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡൊമസ്റ്റിക് ഫീസിൽ പഠിക്കാനുള്ള ഗൈഡൻസ് തരുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്പോൾ റെഫ്യൂജി സ്റ്റാറ്റസിൽ ഇവിടെ ഉള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ സിറ്റിസൺസ് ആയിട്ടുള്ളവരാണെങ്കിലോ ഒക്കെ പഠിക്കാൻ വേണ്ടിയുള്ള പല ഓപ്ഷൻസുമുണ്ട്. അതിനുവേണ്ടി കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിനെ കോൺടാക്റ്റ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കിക്കഴിയുമ്പോഴേക്കും US താരിഫ് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ 2026 നോർത്ത് അമേരിക്കൻ ട്രേഡ് അഗ്രിമെൻ്റ് റിന്യൂവൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ന്യൂസും നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ മുന്നോട്ടും ഇനി ഇങ്ങനെ തുടരാനാണ് സാധ്യത. കാരണം എക്കോണമി ഒന്ന് സ്റ്റേബിൾ ആയ ശേഷമേ ഉള്ളൂ ഇനി റേറ്റ് കട്ട് കാര്യങ്ങളൊക്കെ വരികയുള്ളൂ. 2026 നമുക്കിനി പല പോളിസി റിന്യൂവൽസും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ എണ്ണമൊക്കെ വളരെ കുറവാണ് ഇങ്ങോട്ട് വരുന്നത്. പല കോളേജസിൻ്റെയും പല പ്രോഗ്രാംസുകളും ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പല വാർത്തകളും വരുന്നുണ്ടായിരുന്നു. ഇമിഗ്രേഷൻ ഏകദേശം ഒരു 2-3 വർഷത്തേന് ഒരു ഫ്രീസ് ലെവലിലായിരിക്കും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും നമുക്ക് ഒരു ബൂം പ്രതീക്ഷിക്കാം. ഹെൽത്ത് കെയർ മേഖല നോക്കിക്കഴിയുമ്പോഴേക്കും പ്രത്യേകിച്ച് നമുക്കറിയാം പല ട്രീറ്റ്മെൻറ്റുകളും വളരെയധികം ഡിലേയ്സ് ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം വന്ന പല റിപ്പോർട്ടുകളിലും പല ആളുകളും അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് സമയത്ത് ലഭിക്കാതെ അവർ ബുദ്ധിമുട്ടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. അതിന് ഒരു പരിഹാരമായിട്ട് പല ഗവൺമെൻറ്റുകളും പ്രൈവറ്റൈസേഷൻ ഹെൽത്ത് കെയറിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതായത് ആൽബർട്ട ഗവൺമെൻറ്റൊക്കെ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഒണ്ടേരിയോയിൽ ഇപ്പോൾ ഇനി പല സർജറികളും, പ്രത്യേകിച്ചും നീ സർജറി, ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറി, ഇതൊക്കെ ക്ലിനിക്കുകളിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ്, അതായത് പ്രൈവറ്റൈസേഷൻ അല്ലാതെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വെതർ നോക്കിക്കഴിയുമ്പോഴേക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. 10 സെൻറ്റിമീറ്റർ കഴിഞ്ഞ ആഴ്ചയെ മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു. പല ദിവസങ്ങളിലായിട്ട് മഞ്ഞ് പെയ്ത്ത് ഉണ്ട്. ഡിഗ്രി സെൽഷ്യസ് ഒക്കെ നോക്കിക്കഴിയുമ്പോഴേക്കും ഒരു -9 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ അല്പം വാമായിട്ട് വരുന്നുണ്ട്. നാട്ടിൽ നിന്നൊക്കെ പുതുതായിട്ടൊക്കെ ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ നല്ല രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്യുക. പ്രത്യേകിച്ചും ലേയർഡ് ഡ്രസ്സിങ് ആയിരിക്കും ഉചിതം, പ്രത്യേകിച്ചും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക്. ക്രിസ്മസിൻ്റെ മൂഡിലേക്ക് കാനഡ കടന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ്, അതായത് നമ്മുടെ എല്ലാ വർഷമുള്ള ആനുവൽ കോൺസേർട്ട് നടത്തുന്നത് ഇനി ഡിസംബർ 19 ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്. അപ്പോൾ കുറേ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ സംവിധാനങ്ങളും ഒത്തുവരികയാണെങ്കിൽ പെർഫോമൻസിൽ ഓൺലൈനായിട്ട് എല്ലാവർക്കും പങ്കുചേരാം. ഇത്രയൊക്കെയാണ് നമ്മുടെ അപ്ഡേറ്റുകൾ ഈ ആഴ്ചയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ആഴ്ചയും ദിവസവും ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.